ഹലോ ഗൈസ്, ഞാനും എൻ്റെ പോരാളിയും കൂടിയിട്ട് ഇന്നൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മിനി വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി കല്യാണം നാളെയാണ്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന തലേ ദിവസത്തിനെന്ന് ഇവിടെയൊക്കെ പറയും, അതായത് റിസപ്ഷൻ ഡേ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഞാനും എൻ്റെ പോരാളിയും കൂടെ ബസ് ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിൽ ഇങ്ങനെ കുലുങ്ങിയിരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ചൊരു 10-15 മിനിറ്റ് യാത്രയുള്ളായിരുന്നു. അവിടെ എത്തി. ഇതായിരുന്നു കൺവെൻഷൻ സെൻറ്റർ. ഇതായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കൺവെൻഷൻ സെൻറ്റർ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മയെടുത്ത് പറയുകയാണ് ഒന്ന് മുഖം കാണിക്കാൻ. അപ്പോൾ എൻ്റെ മുഖം കാണിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ തംസപ്പൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നടന്നു. കുറച്ച് നടക്കാനുണ്ട്. എത്തി അങ്ങ് ദൂരെയാണ് ആളുകളൊക്കെ നിൽക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ തന്നെ എൻ്റെ ആന എന്നെ കണ്ടിട്ട് ചീനം വിളിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ കാണാൻ കൊള്ളാം. അങ്ങനെ ഞങ്ങൾ കതകും തള്ളി തുറന്ന് കടവാതിലും തുറന്ന് ചെന്നപ്പോൾ കാണാം ഒരു എസ്തെറ്റിക് വൈബൊക്കെ തരുന്ന ഒരു സ്റ്റേജ്. അവിടെ പുതിയ പെണ്ണ് നിന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ നോക്കിയത് ബൊഫേ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഞാൻ കുറച്ച് റൈസും 2 ടൈപ്പ് സലാഡ്, പിന്നെ ചിക്കൻ ഫ്രൈ, കുറച്ച് ചിക്കൻ കറി, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ 2 ബെറോട്ട, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതാണ് എടുത്തത്. കുറച്ച് എല്ലാത്തിനും കഴിച്ചു. രണ്ടാമതിന് എനിക്ക് റൈസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ റൈസ് കുറച്ചും കൂടെ എടുത്തു. മാതാശ്രീ പിന്നെ ബീഫ് അല്ലാതെ വേറെ ഒന്നും കഴിക്കത്തില്ല. സോ ഫിഷ് കറിയും റൈസും കൂടെ കൂട്ടിയിട്ട് കഴിച്ചു. ഞാൻ ഈ എടുക്കുന്ന വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഉമ്മക്ക് അത് കഴിച്ചു തുടങ്ങാൻ. അതുകൊണ്ട് എൻ്റെ ഉമ്മ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഉമ്മയും കൂടെ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ട് നിന്നപ്പോൾ കാണാം ഇതിൻ്റെ വീഡിയോ കൂടെ എടുക്കുന്ന പറഞ്ഞ് വന്നിട്ട് ഞാൻ എടുക്കാൻ പോയപ്പോൾ കാണാം അത് ഒറ്റയ്ക്കിനും തിന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ഒരു ബജ്ജിയും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും എടുത്തു. മാതാശ്രീ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ നഗറ്റ്സ് ട്രൈ ചെയ്തത് ഈ കല്യാണത്തിൽ നിന്നാണ്. പക്ഷേ എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തോ പച്ച ഇറച്ചി കഴിക്കുന്ന കണക്കിരുന്നു. അത് എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഉമ്മയും കൂടെ തിരിച്ച് ബസ് കയറി വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഈ വീഡിയോ, അതായത് ഈ മിനി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ള വീഡിയോസ് കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.